കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്കാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വായിക്കാം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് യേശുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കണ്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെയും കൊണ്ട് ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ കുടുക്കുവാനായി വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ മേൽ കുറ്റമാരോപിക്കുവാൻ, കുറ്റം ചുമത്തുവാൻ അവർ വന്നിരിക്കുന്നു. കൂടെ ഈ സ്ത്രീയുമുണ്ട്. അവർ പറയുന്നു, ന്യായപ്രമാണത്തിൽ മോശ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? എന്താണ് നിന്റെ അഭിപ്രായം? ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. സീനായി മലയിൽ ന്യായപ്രമാണം കൊടുത്ത ന്യായപ്രമാണ കർത്താവിനോടാണ് ഇവർ ചോദിക്കുന്നത്. ആ ന്യായപ്രമാണ കർത്താവിൻ്റെ മുമ്പിലാണ് ഇവർ വന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തെപ്പറ്റി തർക്കം പരിഹരിക്കുവാൻ, യേശുവിൻ്റെ അഭിപ്രായം അറിയുവാൻ, അവനെ കുടുക്കുവാനാണ് വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തരമാണ് യേശു കൊടുത്തത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഉത്തരമാണ് യേശു അവർക്ക് കൊടുത്തത്. ഇങ്ങനെ ഒരു ഉത്തരം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവർ തൊട്ട് ഇളയവർ വരെ ഓരോരുത്തനായി അവിടുന്ന് സ്ഥലം വിട്ടു. ദൈവം കൊടുത്ത ആ പ്രമാണം, ആ ന്യായപ്രമാണം അവർക്ക് ശരിക്കും അറിയാമായിരുന്നു. അതിലെ ഒരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ വ്യത്യാസപ്പെടുത്താതെ അതേപോലെ അനുസരിക്കുവാൻ അവർ ബദ്ധശ്രദ്ധരായിരുന്നു. അതിനായി അവർ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. കാരണം മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ നിയമങ്ങളായിരുന്നു, പ്രമാണങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്.
പക്ഷേ അത് അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എല്ലായിടത്തും അവർ ഒരു തോൽവിയായിരുന്നു. അവർ പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ അവർ ചെയ്തിരുന്നത് പരസ്പരം കുറ്റം ആരോപിക്കുകയാണ്. കുറ്റക്കാരി, നീയാണ് കൂടുതൽ പാപം ചെയ്തത്, നീ ആ പ്രമാണം തെറ്റിച്ചു, ഈ പ്രമാണം തെറ്റിച്ചു. അങ്ങനെ പരസ്പരം കുറ്റാരോപമാണ് അവിടെ നടത്തിയിരുന്നത്. കണ്ടംനേഷൻ. ഇത് ന്യായപ്രമാണത്തിൻ്റെ കുറ്റമല്ല. വിശുദ്ധ ബൈബിളിൽ റോമർക്കെഴുതിയ 7-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണം കുറ്റമറ്റതാണ് എന്ന്. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ദ ലോ ഈസ് ഹോളി ആൻഡ് ദ കമാൻഡ്മെൻറ്റ് ഈസ് ഹോളി, റൈച്ചസ് ആൻഡ് ഗുഡ്. അവർ പാപം ചെയ്തത് ന്യായപ്രമാണത്തിൻ്റെ കുറ്റം കൊണ്ടല്ല. ന്യായപ്രമാണം നല്ലതാണ്, ന്യായമാണ്, വിശുദ്ധമാണ്. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല. അവൻ എല്ലായിടത്തും ഒരു തോൽവിയായിരുന്നു. അങ്ങനെ തോൽക്കുമ്പോഴാണ് മനുഷ്യൻ പരസ്പരം കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലാണ് ആ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആ സ്ത്രീയിലും അവർ ചെയ്തത്. ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. പക്ഷെ അവരറിയുന്നില്ല അവർ നീതിമാന്മാരല്ല എന്ന്. അവർ അതിനേക്കാൾ കുറ്റക്കാരായിരിക്കും. പക്ഷേ പാപം അവരിൽ ഉള്ളതുകൊണ്ട് അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഈ പാപം മനുഷ്യരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. താനാണ് കൂടുതൽ കുറ്റക്കാരൻ എന്ന് തിരിച്ചറിയാതെ അപരൻ്റെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. ഇതുതന്നെയാണ് നാം വായിച്ച ആ വേദഭാഗത്തും കാണുന്നത്. ആ ശാസ്ത്രിമാരും പരീശന്മാരും ആ സ്ത്രീയാണ് കൂടുതൽ കുറ്റക്കാരി, അവളാണ് മഹാപാപി എന്ന് കണ്ടാണ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. തങ്ങൾ അവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചു എന്നാണ് അവർ യേശുവിനോട് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ കാണുന്നത് ന്യായപ്രമാണത്തെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വള്ളി പൊള്ളി തെറ്റാതെ അനുഷ്ഠിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നവർ അതിൻ്റെ അന്തസത്തയാണ് ത്യജിച്ചു കളഞ്ഞത്. അതിൻ്റെ എസൻസ്, സ്പിരിറ്റ് അതുപേക്ഷിച്ച് കളഞ്ഞു. ഇതിനെ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ദയ, കരുണ, സ്നേഹം, വിശ്വസ്തത, ന്യായം തുടങ്ങിയ വെയ്റ്റിയർ മാറ്റേഴ്സ് ഓഫ് ദ ലോ, ദ കോർ മോറൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ലൈക്ക് ജസ്റ്റിസ്, mercy and faithfulness. These are more important things to prioritize. ഇതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. യേശുക്രിസ്തു ആ സ്ത്രീയോട് മനസ്സലിഞ്ഞു. മനസ്സലിവിന്, സ്നേഹത്തിന്, ദയയ്ക്ക്, കരുണയ്ക്ക് യേശുക്രിസ്തു മുൻഗണന കൊടുത്തു. അവളെ കുറ്റപ്പെടുത്തിയില്ല, അവളെ വിധിച്ചില്ല. യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഒരാൾ പാപിയാണ് എന്ന് പറയുന്നതല്ല സുവിശേഷം. അവരെ പാപത്തിൽ നിന്ന് കരകയറ്റുവാൻ മനസ്സലിവോടെ, സ്നേഹത്തോടെ, ദയയോടെ അവരോട് പെരുമാറുന്നതാണ്. അതാണ് അവരുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാക്കുന്നത്, മാനസാന്തരം ഉണ്ടാക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾ അവളിൽ മാനസാന്തരം ഉളവാക്കി.
അതുകൊണ്ടാണ് നാം പറയുന്നത് യേശു വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് എന്ന്. ഈ സംഭവത്തിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളെയാണ് യേശു കൈകാര്യം ചെയ്തത്. ഇവ ഇന്ന് നമുക്കും ബാധകമാണ്. ഒന്നാമതായി, ആ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പരീശന്മാരുടെ കപടഭക്തിയെ യേശു കൈകാര്യം ചെയ്തു. ഹിപ്പോക്രസി ഓഫ് ദ ഫാരിസീസ്. മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിൽ നിന്റെ അഭിപ്രായം എന്താണ്? നീ എന്തു പറയുന്നു? ഇതായിരുന്നു അവർ യേശുവിനോട് ചോദിച്ചത്. യേശു ഒന്നും മിണ്ടിയില്ല, കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതി. എന്തായിരുന്നു യേശു നിലത്തെഴുതിയത്? റൈറ്റിംഗ് ഇൻ ദ ഡസ്റ്റ്. ഇതിൻ്റെ അർത്ഥം യേശു എഴുതിയത് അവർക്കുള്ള വിധിയാണ്. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങളായ മനസ്സലിവ്, കരുണ, ദയ, സ്നേഹം, ഇതൊക്കെയും അപരന് നിഷേധിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. ജീവപുസ്തകത്തിൽ പോലും പേര് ചേർക്കപ്പെടാതെ വണ്ണം നാമാവശേഷമാക്കുന്ന ന്യായവിധി. രണ്ടാമതായി, അവരുടെ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. ആരെയും വിധിക്കുവാൻ പാടില്ല, കുറ്റപ്പെടുത്തുവാൻ പാടില്ല. നമുക്കറിയില്ല ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് അവർ തെറ്റിലകപ്പെട്ടു പോയത് എന്ന്. നാം കുറ്റമില്ലാത്തവരാണോ അവരെ കുറ്റം വിധിക്കുവാൻ? മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ വിധിക്കരുത് എന്നാണ് യേശു പറയുന്നത്. മൂന്നാമതായി, ലീഗലിസ്റ്റിക് കണ്ടംനേഷൻ. നിയമം ലംഘിക്കുമ്പോൾ നീ അത് തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി, ആ നിയമം ലംഘിച്ചു, ഈ നിയമം ലംഘിച്ചു എന്നൊക്കെയും പറഞ്ഞ് കുറ്റമാരോപിക്കുന്ന അല്ലെങ്കിൽ അപലപിക്കുന്ന ആ ഒരു സ്വഭാവം, അതിനെ യേശു കൈകാര്യം ചെയ്തു. ലീഗലിസ്റ്റിക് കണ്ടംനേഷൻ. കുറ്റാരോപം, അത് ആരെയും നേർവഴിക്ക് നടത്തില്ല. നീ പാപിയാണ്, പാപിയാണ്, തെറ്റുകാരനാണ്, കൊലപാതകനാണ്, വ്യഭിചാരിയാണ്, ദുർമാർഗിയാണ്, മദ്യപനാണ് എന്ന് ഒരാളോട് 1000 വട്ടം പറയുന്നത് ആ മനുഷ്യന് നേർവഴിക്ക് വരുവാൻ ഒരിക്കലും ഉതകില്ല. അവനോട് ദയയോടും സ്നേഹത്തോടും കൂടെ പെരുമാറുക. യേശു എന്താണ് ആ സ്ത്രീയോട് ചെയ്തത്? യേശു അവളോട് പറഞ്ഞില്ല നീ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. ആ മനുഷ്യരോടും പറഞ്ഞില്ല നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, സ്ത്രീയേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് നിങ്ങളാണ് എന്നവരോട് പറഞ്ഞില്ല. സ്ത്രീയോടും പറഞ്ഞില്ല നീ ചെയ്തതെല്ലാം തെറ്റാണെന്ന്. പക്ഷേ യേശുവിൻ്റെ ആ സ്റ്റാൻഡ്, അവൻ്റെ സാന്നിധ്യം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടാക്കി. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത്. അപ്പോഴേ അവർക്ക് കാര്യം പിടികിട്ടി എന്താണ് അവരുടെ ന്യൂനത എന്ന്. അതുപോലെ സ്ത്രീയോട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ആ സ്ത്രീക്ക് യേശുവിനോട് എത്രമാത്രം സ്നേഹവും ബഹുമാനവും തോന്നിക്കാണണം. തന്നെ കുറ്റപ്പെടുത്തിയില്ല, തനിക്ക് കുറ്റമില്ലാഞ്ഞിട്ടല്ല. നമുക്കറിയില്ല, പക്ഷേ യേശു ചെയ്തില്ല. അവൾ കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്ന് നമുക്കറിയില്ല. യേശു ആരെയും കുറ്റപ്പെടുത്തിയില്ല. ആ യേശുവിൻ്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ തേടി വന്നത്. അവൻ്റെ കൃപയാണ് നമ്മെ രക്ഷിച്ചത്. അവൻ്റെ ദയയും മനസ്സലിവും കരുണയും അത് ആശ്ചര്യം തന്നെ. ആശ്ചര്യ കൃപ, അമേസിംഗ് ഗ്രേസ്.
ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപവുമില്ല, രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. ദൈവത്തിൻ്റെ ആ ദയ എത്ര വലുതാണ്! അമേസിങ് ഗ്രേസ്. ആ ശബ്ദം തന്നെ എത്ര മധുരമുള്ളതാണ്. അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. നമുക്ക് പാടാം. Amazing grace, how sweet the sound that saved a wretch like me. But now I'm found, was blind, but now I see. 'Twas grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear the hour I first believed. The Lord hath promised good to me. His word my hope secures. He will my shield and portion be, as Lord